നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനസ്സിലായില്ല. ഞാൻ NM ഹോസ്പിറ്റലിൽ നഴ്സാ. എനിക്ക് സുസ്മിത മാഡത്തെ ഒന്ന് കാണണമല്ലോ. അയ്യോ, മാഡം പുറത്തൂടെ പോയിരിക്കാണല്ലോ. ഞാനൊരൽപ്പം ദൂരെന്നാ വരുന്നത്. കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് വിളിക്കോ? ഇതാണ് മാഡം ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലെത്തുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മാഡം അനുവദിച്ച 2 ദിവസത്തിനുള്ളിൽ ഇവൻ എന്ത് ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. കൂട്ടുപ്രതികൾ ആരൊക്കെ ഉണ്ടെന്നും ഞാൻ പറയിപ്പിക്കാം. മാഡത്തിന്റെ മകളെ സ്കെച്ച് ചെയ്തുകൊണ്ട് എന്തോ വലിയ ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആണോ? എന്തിനു വേണ്ടിയാ ലാൻഡ് ഫോണിലേക്ക് എന്റെ മകൾ സത്യ വിളിച്ചത്? എന്തിനാണെന്ന്? മാഡം, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാഡത്തിന്റെ പെർമിഷൻ കിട്ടിയിട്ട് മറ്റു നടപടികളിലേക്ക് കടക്കാം എന്നാ വിചാരിച്ചിരിക്കുന്നത്. മാഡം, എന്താ വേണ്ടത്? തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നടപടിയെടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. അപ്പോ ഇവൻ? ആ, അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. എന്നാ പിന്നെ മാഡം ഞാനും അങ്ങോട്ട്. ശരിയാണ്, പൊയ്ക്കോ. ശരി മാഡം. വിഷ്ണുട്ടാ, എന്താ ഇതൊക്കെ? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് സത്യം വിളിക്കേണ്ട എന്ത് കാര്യമായിരുന്നു? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മേഡം തരാത്തോണ്ട് അത് കിട്ടാനുള്ള പലതരത്തിലുള്ള ഓട്ടത്തിലാ ഞാൻ. അതിന് പല വഴികളും നോക്കുന്നുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് ഇങ്ങനെ പൊളിഞ്ഞു പോവും. അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുള്ളൊരു വഴി എന്നെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. പിന്നെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്മാറൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുന്നവരെ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. പോകാൻ വരട്ടെ. അകത്തേറിയിരുന്ന ഒരു കാപ്പി കുടിക്കാം. സൈബർ പോലീസുകാരെ ഏതോ കൊടും ക്രിമിനൽ ആണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കായിരുന്നില്ലേ ഇത്ര നേരം? ദാഹം കാണും. അയ്യടാ, അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കറിയായിരുന്നു തെളിവെടുപ്പിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. തന്റെ അസിസ്റ്റന്റ് കൊച്ചുണ്ടല്ലോ, അവളെ കണ്ടപ്പോ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. ഞാൻ അമ്മയെ സത്യം വിളിക്കാം. ആ, എന്നാ പിന്നെ നാട്ടുകാരെ മൊത്തം വിളിക്കും. അല്ല പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇത്ര ആഘോഷാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനിപ്പോ ഇവിടെ ആരെടുത്തും കൊട്ടി ഒഴിക്കാൻ നിൽക്കണ്ട. പിന്നെ തമാശ വേറെ, കാര്യം വേറെ കേട്ടാ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിന്ന് കരുതണ്ട. ഞാൻ തന്നെ കൊണ്ട് പറയിക്കും. ഭാര്യ ജയിലിൽ നിന്ന് വന്നതിന്റെ സന്തോഷം കാര്യമായിട്ട് പങ്കുവയ്ക്കാൻ കൂടെ പഠിച്ചൊരു വിവരദോഷി സമ്മാനമായിട്ട് തന്ന മദ്യ. ഇവനെയൊക്കെ വിവരദോഷി എന്നുള്ളത് വേറെ എന്ത് പറയാൻ? ഭാര്യമാര് ജയിലിൽ കിടക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലാതെ അതിങ്ങോട്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആർക്ക് എന്ത് സന്തോഷം കിട്ടാനാണ്? സുനാമി വരുമ്പോ കുളിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും വാങ്ങിച്ചോണ്ടെന്ന് സ്ഥിതിക്ക് ഒരെണ്ണം അടിച്ചേക്കാം.
മതി പോണേ. മതിയാ മതിയാ, കൂടുതൽ വേണമെങ്കിൽ പറയണം. മാംഗോ ജ്യൂസ് ഒഴിച്ച് കഴിച്ചാൽ സ്മൂത്ത് ആയിട്ട് നോക്കോളും. അപ്പൊ cheers. ഒരു കുത്തലുമില്ല, സ്മൂത്ത്. അടിച്ചോ. ഞാൻ ഇങ്ങനെയാണ്, എനിക്കാണെങ്കിലും കമ്പനിക്കില്ലെങ്കിൽ അറിയാൻ പറ്റൂല, ശീലിച്ചു പോയി. രണ്ടെണ്ണം മതി കേട്ടാ. അവള് വന്ന് മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടി കിട്ടാൻ വഴി അറിയില്ല. ജയിലിൽ കിടന്നുള്ള തീറ്റയൊക്കെ തിന്ന് കയ്യൊക്കെ ഉള്ള പൊണ്ണം വൈതാക്കി വെച്ചിരിക്കും. അതെങ്ങാനും വന്ന് വീണ പുറത്തത് കാണൂലേ. എന്റെ ശിവനെ, അവള് വന്ന ഇതൊക്കെ ഇവിടെ കൊണ്ട് ഒളിപ്പിക്കുന്നു. ഇവിടെ ഇരി. ഓട്ടല്ലേ. അയ്യോ, ഗ്ലാസ് അപ്പലണ്ടി. ഒയ്യോ പോയി. ഇതൊക്കെ ഇനി ഇങ്ങോട്ട് വാ. ആട്ടങ്ങടിതാ വരുന്നു. ഇത് ഓക്കെ. അവിടെ കട. ഡീസൻ്റായി. ഓക്കെ. ആരാ മനസ്സിലായില്ല? ഞാൻ NM ഹോസ്പിറ്റലിൽ നഴ്സാ. എനിക്ക് സുസ്മിത മാഡത്തെ ഒന്ന് കാണണമല്ലോ. അയ്യോ, മാഡം പുറത്തൂടെ പോയിരിക്കുകയാണല്ലോ. ഞാനൊരൽപ്പം ദൂരെന്നാ വരുന്നത്. കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ നമ്പർ തന്നാ മതി, ഞാൻ വിളിച്ചോളാം. നമ്പർ ഇവക്ക് കൊടുക്കണ്ട. നമ്പർ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ വല്ല വെള്ളം കിട്ടും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടി വേറെ കിട്ടും. ചെല്ലക്കിളിയെ കണ്ടിട്ട് പറഞ്ഞു വിടാനൊന്നും തോന്നുന്നില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാേ. ബെല്ലുണ്ട്. ഹലോ. ആ ഹലോ സുസു. എന്താടാ? ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടോ ഇപ്പൊ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഉടനെ എങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. പഴയ നിന്റെ വല്ല കോഴിത്തരവും പുറത്തെടുക്കാനായിരിക്കും. ഞാനിപ്പോ എക്സ്ട്രാ ഡീസന്റ് അല്ലേ സുസു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.